ഹായ് വെൽക്കം. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള വാട്ടർ കളർ പെയിന്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഒരു പെയിന്റിംഗ് എൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു 20 മിനിറ്റ്സ് കൊണ്ട് തീർക്കാവുന്ന പെയിന്റിംഗ് ആണ്. ചെറുതായിട്ട് നമ്മുടെ ഒരു ദൂരത്തുള്ള ഒരു വീടിന്റെ സ്കെച്ചാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ആ പേപ്പറിൽ ഒരു വര വരച്ചത് ആ പേപ്പറിനെ ഒരു 2 ഭാഗമായി തിരിക്കാൻ അതായിരിക്കും നമ്മുടെ പെയിന്റിങ്ങിന്റെ ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ തമ്മിലുള്ള ഡിവിഷൻ. അവിടെ തന്നെ ആയിരിക്കും നമ്മൾ നമ്മുടെ സബ്ജക്റ്റായ വീടും അതിന്റെ പുറകിലുള്ള മരവും വരയ്ക്കും. ഇത് വളരെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ കളർ പെയിന്റിങ്ങിന്റെ ബേസിക്സ് അറിയണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമെടുത്ത് പേപ്പറും പെൻസിലും കയ്യിലുണ്ടെങ്കിൽ ഏതൊരാൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന പെയിന്റിങ്സ് ആയിരിക്കും ഈ ഒരു സീരീസിൽ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ പെയിന്റിങ്ങും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പെയിന്റിങ്ങും 15-20 മിനിറ്റിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 3 കളേഴ്സ് മാത്രം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി കളേഴ്സായ ബ്ലൂ, യെല്ലോ ആൻഡ് റെഡ്, ഈ 3 കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസിലെ എല്ലാ പെയിന്റിങ്സും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് തുടക്കക്കാർക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള പെയിന്റിംഗ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഈ പേപ്പർ വെറ്റ് ചെയ്യുന്നതാണ്. മോപ്പ് ബ്രഷ് ഉപയോഗിച്ച് പെയിന്റിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിന് മുന്നേ ആയിട്ട് ആകാശത്തിന്റെ ഭാഗത്ത് നമ്മൾ പേപ്പർ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നു. പേപ്പർ ഒരുപാട് ഡ്രൈ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റ് അപ്ലൈ ചെയ്യുന്നതിൽ ചെറിയ ചെറിയ വരകളും കാര്യങ്ങളും വരാനും സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോ, വാട്ടർ കളറിന്റെ സ്പെഷ്യാലിറ്റി ആയ ആ ഒരു ട്രാൻസ്പാരൻസി നിലനിർത്തിക്കൊണ്ട് സ്മൂത്ത് ആയിട്ട് വാട്ടർ കളറിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു സർഫസ് ഒരുക്കുകയാണ് ഈ ഒരു ആദ്യത്തെ ഒരു വാഷിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇപ്പം ആകാശം ആ ഒരു ഫ്ലോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പേപ്പറിന്റെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ നല്ല രീതിയിലുള്ള സ്കൈ കിട്ടും. പേപ്പർ വലുതാകുമ്പോൾ മാത്രമാണ് വാഷിന്റെ നല്ല രീതിയിൽ പഠിച്ച് ചെയ്യേണ്ടത്. വലിയ പേപ്പറിലാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ ചെറിയ പേപ്പറിൽ തുടക്കക്കാർക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗം പെയിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഞാൻ പേപ്പർ ഡ്രൈ ആവാതെ തന്നെയാണ് ഓരോ ലെയർ ഓഫ് പെയിന്റും അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ ബ്ലൂവും യെല്ലോയും മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ വാല്യൂസിനായിരിക്കും ഇത്തരം പെയിന്റിങ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മോർ ദാൻ കളേഴ്സ്, വാല്യൂസ് ആണ് എപ്പോഴും ഏതൊരു ഡ്രോയിങ്ങിലും പെയിന്റിങ്ങിലും. ആ ഒരു ഡ്രോയിങ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ വാല്യൂ ഡിഫറൻസ് വരുമ്പോഴാണ്. ഇവിടെ ഞാൻ ഓറഞ്ച് കളർ അപ്ലൈ ചെയ്തതും തൊട്ട് മുന്നിലത്തെ വാഷ് നല്ലവണ്ണം ഉണങ്ങുന്നതിന് മുൻപേ തന്നെയാണ്. കോംപ്ലിമെന്ററി നിറങ്ങളായ റെഡും ബ്ലൂവും യെല്ലോയും, അതായത് റെഡും ഗ്രീനും കോംപ്ലിമെന്ററി നിറങ്ങളാണ്. റെഡും ഗ്രീനും അത് തമ്മിൽ യോജിപ്പിച്ചപ്പോൾ കിട്ടിയ ഒരു നിറമാണ് ഞാൻ ഇതിന്റെ മേൽക്കൂരയ്ക്ക് കൊടുക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് റൗണ്ട് ബ്രഷ് ആണ്. അപ്പോൾ അതിന് ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചാണ് ആ ഒരു ചെറിയ ഏരിയാസ് നമ്മൾ പെയിന്റ് ചെയ്തെടുക്കുന്നത്. എപ്പോഴും വാട്ടർ കളർ പെയിന്റിങ്ങിൽ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രഷിനേക്കാൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പേപ്പർ
പേപ്പർ യൂസ് ചെയ്യുന്നതിലാണ് എല്ലാ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗിയും. പേപ്പർ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 200 GSM വരുന്ന ബ്രസ്ട്രോൻ്റെ ഒരു വാട്ടർ കളർ പാഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. A5 സൈസിലുള്ള ബുക്കാണിത്. ദൂരെയുള്ള മരങ്ങളെയും അല്ലെങ്കിൽ പച്ചപ്പും കാണിക്കാനായിട്ട് ചെറിയൊരു ബ്രഷ് ടെക്നിക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിൽക്കുന്നതാണ്. ബ്രഷ് ഇതുവരെ പിടിച്ചതുപോലെയല്ല, ചെറിയൊരു ആംഗിളിൽ പിടിച്ചുകൊണ്ടാണ് പേപ്പറിലെ പെയിന്റ് അപ്ലൈ ചെയ്യുന്നത്.
നമ്മുടെ സബ്ജക്റ്റ് മെയിനായിട്ട് നമ്മൾ റീഡിനാണ് ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് ചെറുതായിട്ടൊരു ലീഡിങ് ലൈൻസ് ഞാൻ വീടിൻ്റെ നേരെ വരയ്ക്കുന്നതാണ് കാണുന്നത്. അതായത് നമ്മുടെ സബ്ജക്റ്റിനെ കൂടുതൽ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ, അതല്ലെങ്കിൽ അവിടത്തേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുപോകാനുള്ള ചെറിയ ലൈൻസ്, അതാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. നിങ്ങൾ ഇനി കാണുന്ന പെയിൻറ്റിങ്സിൽ നോക്കിയാൽ ഇത്തരം ലൈനുകൾ കാണാൻ സാധിക്കും. ചെറിയ ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ്. ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രീനിൻ്റെ വെറൈറ്റീസ് ചെറുതായിട്ട് കൊബാൾട്ട് ബ്ലൂ, അതിലേക്ക് യെല്ലോ മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ കൂടുതൽ ഡാർക്ക് ആക്കണമെങ്കിൽ ഒരു പൊടിക്ക് റെഡ് കളറും ആഡ് ചെയ്ത് നമുക്ക് ഡാർക്ക് കളേഴ്സ്, ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കാൻ പറ്റും. ഈ വീഡിയോസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഒരു അരമണിക്കൂറെ സ്പെൻഡ് ചെയ്യാനുള്ളൂ. എങ്കിലും ഒരു നല്ല വാട്ടർ കളർ ലാൻഡ്സ്കേപ്പ് തന്നെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ പലതിലും നമുക്ക് ചിലപ്പം ടെക്നിക്സ് മനസ്സിലാവില്ല, അതല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഇല്ലാതെ വരയ്ക്കുന്ന വീഡിയോസ് മാത്രമാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് റിയൽ ടൈം ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ എവിടെയും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടില്ല. ചെറുതായിട്ട് ബ്രഷ് മാറ്റി, അല്ലെങ്കിൽ ബ്രഷ് വേറെ ഒരു കളർ എടുക്കുന്ന സമയത്തുള്ള ഒരു ഗ്യാപ്പ് മാത്രമാണ് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാം നമ്മൾ റിയൽ ടൈം ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 3 നിറങ്ങൾ മാത്രം യൂസ് ചെയ്യുമ്പോൾ തുടക്കക്കാർക്ക് അത് കൂടുതൽ ഹെൽപ്ഫുള്ളും കൂടുതൽ മനസ്സിലാക്കാൻ, കളേഴ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം ഈ പെയിൻറ്റിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഇടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.